മദ്യവും മയക്കുമരുന്നുമൊക്കെ തന്നെ പിഞ്ചുമക്കളെപ്പോലും അടിമപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കലാലയങ്ങളിൽ പോലും പിഞ്ചുമക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുവാൻ ലഹരി മാഫിയകളും മറ്റും വളരെ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഓരോ രക്ഷിതാക്കളും സമൂഹവും അതിൽ ദൈനംദിനം നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വന്തം മാതാപിതാക്കളെ പോലും കൊല ചെയ്യുന്ന വാർത്തകളാണ് ദൈനംദിനം പത്രമാധ്യമങ്ങളും ചാനലുകളിലും നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെയുള്ള ഒരു സന്ദേശം എത്തിക്കുവാൻ നമുക്കറിയാം. ലഹരി നിർമ്മാർജ്ജക സമിതി എല്ലാ കാലങ്ങളിലും വളരെ കാലം മുമ്പ് തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്തുള്ളൊരു സമിതിയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നും ഇതിനെതിരെ എല്ലാവിധത്തിലും സജ്ജരാക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം അവർ നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ നിസ്സംഗമതയോട് കൂടിയാണ് സർക്കാർ നിന്നും നമുക്ക് അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും അതിൽ കൊല ചെയ്യപ്പെട്ട ആ സഹോദരൻ വളരെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി. എന്നാൽ അതിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ട വിദ്യാർത്ഥികൾ പോലും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് SSLC പരീക്ഷ എഴുതുവാനും എല്ലാവിധത്തിലും അവരോടൊപ്പം ചേർന്ന് നിന്ന സർക്കാർ അതിൽ വളരെ വലിയ സമൂഹത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിനാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കോപ്പിയടിച്ചവരെ പോലും ഡിബാർ ചെയ്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇവരെ എല്ലാവിധത്തിലും സംരക്ഷിക്കുന്ന സർക്കാരിൻ്റെ നടപടി, അതുപോലെ തന്നെ ഈ രംഗത്ത് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പോലീസും അതുപോലെ തന്നെ അധികാരികളും നീങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ അതിലൊക്കെ ഒരു ഗൗരവമില്ലാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ലഹരി നിർമ്മാർജ്ജക സമിതി ഓരോ വീടുകളിലേക്കും ലഹരിയുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുവാനും നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഉള്ള സന്ദേശമാണ് ലഹരി നിർമ്മാർജ്ജക സമിതി നൽകുന്നത്. ഈ വരുന്ന മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തുടർ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ അതിലൊക്കെ നാം ഒറ്റക്കെട്ടായി അതിനെ പിന്തുണക്കുകയും അതുവഴി കേരളീയ സമൂഹത്തിന് ഒരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മന്ത്രം നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.